ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഈ ഓണത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് അടിപൊളി പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. ഇതിനെ കാഷ്യൂ റൈസിൻസ് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഗീ ആണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു 1/4 കപ്പോളം ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ അത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റിക്കണം കേട്ടോ, ബബിൾസ് ആകുമ്പോൾ തന്നെ. പിന്നെ അതല്ലെങ്കിൽ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ചവർപ്പായിരിക്കും ഉണ്ടാകും കേട്ടോ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ബ്ലാക്ക് റൈസിൻസ് അല്ലെങ്കിൽ യെല്ലോ റൈസിൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൈസിൻസ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ 1/4 കപ്പോളം തന്നെ കാഷ്നട്ട് ഞാൻ നുറുക്കിയെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വറുത്തെടുക്കാം. ഇതിങ്ങനെ നുറുക്കിയിട്ട് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായപ്പോൾ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. കാഷ്നട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടെ കട്ട് ചെയ്തെടുക്കാത്തത് മുഴുവനായിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വറുത്ത് പോരുന്നുണ്ട്. കാഷ്യൂ റൈസിൻസും വറുത്തെടുത്ത ഇതേ എണ്ണയിൽ തന്നെ 1/4 കപ്പോളം തന്നെ ചവ്വരി അഥവാ സാബുദാന എന്ന് പറയുന്നില്ല, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബീട്രൂട്ടിന്റെ പകുതി, ഇനിയല്ല ചെറിയൊരു ബീട്രൂട്ടാണെങ്കിൽ അത് മതി കേട്ടോ, ഞാൻ വലുതായോണ്ട് അതിന്റെ പകുതി വേവിച്ച് പൾപ്പാക്കി എടുത്തതാണ്. അതൊക്കെ കാണിച്ച് പിന്നെ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ കാണിക്കാതിരുന്നത്. ഇനി ഈ ബീട്രൂട്ട് പൾപ്പ് ഈ സാബുദാനയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് ഓൾറെഡി വെന്തത് കൊണ്ട് തന്നെ കുറെ സമയം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി കുറച്ച് സേമിയ കൂടെ വേണം കേട്ടോ, നല്ല തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് സേമിയാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നിയത് ഇതുപോലെ തിന്നായിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പാലിലോട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നേരം ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ മെൽട്ടായി പാല് നന്നായി തിളച്ചു വരുമല്ലോ, ഈ സമയത്ത് വേണം ബീട്രൂട്ട് പൾപ്പ് മിക്സ് ചെയ്ത് വെച്ച ചവ്വരി ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ പായസത്തിൽ ചവ്വരി നമ്മൾ ചേർത്ത് കൊടുക്കാറ് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പാല് തിളക്കുമ്പോൾ തന്നെ ഈ ബീട്രൂട്ടിന്റെ പൾപ്പ് ചേർത്ത ചവ്വരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് ഏലക്കപ്പൊടി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചവ്വരി പാലിൽ കിടന്ന് നന്നായി കുക്കായി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നന്നായി കുക്കാവണേ, കാരണം സ്വതവേ നമ്മൾ പായസത്തിൽ വേവിച്ചാന്നല്ല ചേർക്കുന്നത്, ഇത് ഡയറക്റ്റ് പാലിൽ ചേർക്കുന്നത് കൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. അതുപോലെ പാലിന്റെ അളവ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ, ചവ്വരി വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഗീ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുറുകി വരുന്നത് കാണുന്ന സമയത്ത് കാഷ്യൂ റൈസിൻസ് ഫ്രൈ ചെയ്ത് വെച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ റൈസിൻസ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും, കാരണം സാബുദാനയും ചവ്വരിയും ഒക്കെ അല്ലേ. ഇപ്പൊ ഇത് നമ്മൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അഥവാ ഇത് ഇരിക്കും തോറും കുറുകുന്നു പറഞ്ഞല്ലോ, അങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ കുറുകിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച പാല് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആക്കാം. അതുമല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ പാൽപ്പൊടി കലക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒന്നുമില്ലെങ്കിൽ ചൂടുള്ള വെള്ളം, വെറും ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എത്ര കൺസിസ്റ്റൻസി ആണോ ലൂസ് കൺസിസ്റ്റൻസി ആണോ നിങ്ങൾക്ക് ആവശ്യം അതാക്കി എടുക്കുക കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പം നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് ആകെ മാറും. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നട്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാമത്തെ പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അതുപോലെ ഇനി നമുക്ക് രണ്ടാമത്തെ പായസം എന്താണെന്ന് കണ്ടു നോക്കാം. രണ്ടാമത്തെ പായസവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്, പഴം വെച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ പഴം പ്രഥമന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെല്ലം ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 10-12 അച്ച് വെല്ലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 3 പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1-ാം പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരു 1/4 കപ്പ് മതിയാവും. അതിന് കൂടുതൽ 2 ഏലക്ക കൂടെ ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം. ഏകദേശം ഒരു കപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചാൽ അതേ തേങ്ങയുടെ പീര തന്നെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുക്കാം. ഇപ്പോൾ ഇതാ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി 3-ാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും ആ പീര തേങ്ങയുടെ വീണ്ടും അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളത്തിലാണ് ചെയ്തെടുത്തത്.
ഇനി ഇത് 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തടിയുള്ള പഴമൊക്കെ ആണെങ്കിൽ 2 മതിയാവും കേട്ടോ. ഇത് അത്ര വലിയ തടിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനും നോക്കണം. എനിക്ക് പഴം പഴുപ്പില്ലാത്ത പഴമാണ്, വലിയ പഴുപ്പില്ലായിരുന്നു എൻ്റെ പഴത്തിന് കേട്ടോ. അപ്പോൾ ആ ബുദ്ധിമുട്ടാണ് നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3-ാം പാൽ എടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഇതിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 3. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ 2 ടേബിൾ സ്പൂൺ ഗീ കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പഴം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ ഈ പഴുപ്പ് കുറവായിരുന്നു ഈ പഴത്തിന്. അപ്പോൾ പഴുപ്പുള്ള പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ച് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് പഴുപ്പ് കുറവായതുകൊണ്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതാ ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ പഴുപ്പ് കുറവായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3-ാം പാൽ എടുത്തത്. അപ്പോൾ ഈ പാല് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കഴിയുമെങ്കിൽ ഇതുപോലെ നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എപ്പോഴും പഴം പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ ഇനി ഉടക്കാനുണ്ട്. അത് നമുക്ക് ഇനിയും 2-ാം പാലൊക്കെ ചേർക്കാനുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങ് ഉടഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഈ സമയത്ത് ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് വീണ്ടും ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പഴം ഇതുപോലെ വരട്ടിയെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ അടച്ചു വെച്ച് കൊടുക്കുക, അല്ലെ പിന്നെ അടിക്ക് പിടിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറും. ഇനി ഇത് കൈവെക്കാതെ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കുറുകി കുറുകി വന്നോളും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ, അതുപോലെ പഴം എങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം, അതൊക്കെ ഈ സമയത്ത് നോക്കി ചെയ്യുക കേട്ടോ. പിന്നെ 1-ാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ 2-ാം പാലിൽ തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാൻ നോക്കാം. ഈ സമയത്ത് ബാക്കി വന്ന വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രത്തോളം കുറുകണോ അതൊക്കെ നോക്കേണ്ടത് ഈ സമയത്താണ് കേട്ടോ. അധികം അങ്ങ് തിക്ക് കൺസിസ്റ്റൻസി ആയിപ്പോയാൽ പിന്നെ പായസം അല്ലാണ്ട് അങ്ങ് തിക്കായിപ്പോൾ. കാരണം ഇത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും, പഴമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് വീണ്ടും മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കും അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൗഡർ ഞാൻ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഏലക്ക ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു ഏകദേശം 1/2 ടീസ്പൂണോളം 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലേവറിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ. ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആയി വന്നാൽ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ, അത് ഓഫ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ആ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് മിക്സായി കിട്ടിക്കോട്ടെ കേട്ടോ. ഇനി ഒന്നിങ്ങനെ ഇരിക്കുന്തോറും കുറുകി വന്നോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടേണ്ടതുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകിൽ കൊപ്പര അതല്ലെങ്കിൽ തേങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായല്ലോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തത് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം തന്നെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂ റൈസിൻസ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വഴറ്റിയിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇനി ഇതാ 1/4 കപ്പിന് റൈസിൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബബിൾസായി വന്നോട്ടെ.
അപ്പോൾ ഇതാ നല്ലൊരു ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാഷ്യൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, പായസം കണ്ടോ, ഇരിക്കുന്തോറും കുറുകി വരുന്ന ഞാൻ പറഞ്ഞല്ലോ, പഴമായതുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ 1/4 പാല് ചേർത്ത് കൊടുത്താൽ നിങ്ങൾ കുടിക്കുമ്പോഴേക്ക് ആ കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച കാഷ്യൂം റൈസിൻസും ഒക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇതിനിടയിൽ നമ്മൾ പഴുപ്പില്ലാത്ത പഴം എടുക്കുന്നതാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇപ്പം ഞാനിനി ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള പഴംപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സദ്യ സ്പെഷ്യൽ പഴംപ്രഥമൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് റെസിപ്പീസ് ആയിട്ടും അതുപോലെ പുഡിംഗ് റെസിപ്പീസ് ആയിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ പായസ റെസിപ്പീസ് തന്നെ ഞാൻ 2-3 വെറൈറ്റി ആയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പ്ലേലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.